പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു വെജിയല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് നമ്മുടെ വഴുതനങ്ങ, നീളമുള്ള വഴുതനങ്ങയാണ്. നമ്മുടെ നാടൻ വഴുതനങ്ങയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാറുണ്ട്. ചിലർ ഫ്രൈ ചെയ്യാറുണ്ട്, പക്ഷേ അത് ചിലർ നീളത്തിലരിയും, ചിലർ വട്ടത്തിലരിയും, നമ്മൾ ചിപ്സ് അരിയുന്നത് പോലെ. അപ്പം ഞാനിത് ഒരു ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് എക്സ്ട്രാ മസാലകളൊക്കെ ഇട്ട് ഒരു ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. പിന്നെ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിലും, ചെറുത് വലിയ വഴുതനങ്ങ ആയതിനാൽ ഞാൻ നടുകെ കീറി ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ വഴുതനങ്ങയൊക്കെ ഞാൻ റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട്. വലിയ വഴുതനങ്ങ രണ്ടായിട്ട് കീറിയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളക് ഇടാവുന്നതാണ്. ഇത് ഫ്രൈ ചെയ്ത് ഒരു പകുതി വേവാറുമ്പോഴത്തേന് നമുക്ക് കുരുമുളക് ഇതിനകത്ത് ചേർക്കണം, കുരുമുളക് പൊടി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒരു ചീൻചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിച്ച് കടുവിട്ടിട്ട് നമുക്കതിലേക്ക് ഇതിന് ഇടാം. ഇപ്പോൾ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിലത് ചെറിയ വഴുതനങ്ങയെല്ലാം റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ നീണ്ട വഴുതനങ്ങയായിരുന്നു, വലിയ കട്ടി കൂടിയത്. ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കടുക് വറുത്ത് ഇത് അതിലേക്ക് ഇടാവുന്നതാണ്. ഞാൻ ചീൻചട്ടി ചൂടാക്കി വെച്ചേക്കുവാണ്, കടുക് പൊട്ടിച്ച് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ആ വഴുതനങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നത് ആഡ് ചെയ്യാം. ഈ വഴുതനങ്ങയിലേക്ക് നമുക്ക് കുറച്ച് 2-3 പച്ചമുളക്, കുറച്ച് ഉപ്പൂടിട്ട് ഇളക്കി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇതിനകത്തുനിന്ന് തന്നെ വഴുതനങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ. ഒന്നാമത് നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്, അപ്പം അധികം വേവ് കുറവാണ് വഴുതനങ്ങയ്ക്ക്. അപ്പം നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കില്ല, ഈ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇത് മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അധികം കുഴഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായിട്ട് ഒത്തിരി അങ്ങ് ഇതായിട്ട് ഇളക്കിയാൽ ഇത് ഓൾറെഡി ഇത് കുഴഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതങ്ങ് വെന്ത് പോയിക്കഴിഞ്ഞ് ഒത്തിരി മിക്സായി പോകും. അതിനാൽ ഇങ്ങനെ വേർവിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി ഇട്ടങ്ങ് ഇളക്കണ്ട. ഇത് ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വിടാം. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വേവേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെയാണ്, അത് വിഷമൊന്നും ചേരാത്തതാണ്. ഒത്തിരി വെന്ത് പോയാൽ അങ്ങ് കുഴഞ്ഞിരിക്കും, വിട്ടിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ തൂക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. എന്ത് വഴുതനങ്ങ ഉണ്ടായിരുന്നു, അത് ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. അതിൽ ഞാനിത് വഴുതനങ്ങ അരിഞ്ഞ് വെച്ചു, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ജസ്റ്റ് ഇട്ടേക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ്. വേറെ ഒരു ഇതും ഞാൻ മസാലകളും ചേർത്തിട്ടില്ല. ഇത് ഏറ്റവും നല്ലതാണ് ചപ്പാത്തിക്ക്, ചോറിൻ്റെ കൂടെ നല്ലതാണ്.
നമ്മൾ മലയാളികൾ കൂടുതലും ഇത് വഴുതനങ്ങ ഇങ്ങനെ ചെയ്ത് കഴിക്കാറില്ല. പക്ഷേ ഇത് ചപ്പാത്തി നോർത്ത് ഇന്ത്യക്കാരുടെ വലിയൊരു ഡിഷാണ്. അവർ കുറച്ച് മസാലകൾ വേറെ മസാലകളൂടെ ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പം വേറെ ഒരു മസാലയും ചേർത്തിട്ടില്ല. നമ്മുടെ മസാല മാത്രമാണ്. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ്. നല്ല ടേസ്റ്റാണ്. ചിലരാണെങ്കിൽ ഇതിനകത്ത് ഉള്ളി ഒരു സവാളയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ സവാളയും കൊച്ചുള്ളിയും ഇട്ടിട്ടില്ല. അപ്പം വേണമെന്നവർക്ക് കൊച്ചുള്ളി നല്ല ടേസ്റ്റായിരിക്കും. കൊച്ചുള്ളിയോ സവാളയോ ഇടാവുന്നതാണ്. അപ്പം നമ്മുടെ വഴുതനങ്ങ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറഞ്ഞാൽ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം. നമ്മുടെ കയ്യിലൊരു 1-2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഒക്കെ ഒരു കറിക്ക് പറ്റിയതായിരിക്കും. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിക്കും നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. വിമർശനങ്ങളും ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതിന് എന്തെങ്കിലും തെറ്റുകളോ ഒക്കെ എന്തെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ഓരോ ചേഞ്ചിങ്ങും ഉണ്ടാവും. അപ്പം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.